ഉൽപ്പത്തി പുസ്തകം അധ്യായം 36. ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിത്യനായ ഏലോവിൻ്റെ മകൾ ആദ, ഹിവ്യനായ സിബയോൻ്റെ മകളായ അനായുടെ മകൾ ഒഹൊലിബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇസ്മയേലിൻ്റെ മകളും നെബോയോത്തിൻ്റെ സഹോദരിയുമായ ബാസാമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബസാമത്ത് രയൂബലിനെ പ്രസവിച്ചു. ഒഹൊലിബാമ യെരൂശിനെയും യമാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാതെ വണ്ണം അവയുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ കൂടാതെയായിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സെയീർ പർവ്വതത്തിലുള്ള ഏദോമിയുടെ പിതാവായ ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിന് പുത്രന്മാരുടെ പേരുകൾ ഇവ. ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, ഏശാവിൻ്റെ ഭാര്യയായ ബാസാമത്തിൻ്റെ മകൻ യെരുവേൽ. എലിഫോസിൻ്റെ പുത്രന്മാർ തേമാർ, ദാമാർ, സെയോ, ഗദ്ദാം, കെനസ്, തിമ്ന എന്നവൾ. ഏശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടി ആയിരുന്നു. അവൾ എലീഫാസിന് അമേലാക്കിൻ്റെ പ്രസവിച്ചു. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. തെരുവേലിൻ്റെ പുത്രന്മാർ നെഫത്ത്, സെറഫ്, ഷമ്മ, മിസ്സ. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ബസാമത്തിൻ്റെ പുത്രന്മാർ. സിബിയോൻ്റെ മകളായ അനായുടെ മകൾ ഒഹൊലിബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യെശൂസ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിൻ്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിൻ്റെ ആദിജാതം എലീഫാസിൻ്റെ പുത്രന്മാർ: തേമാസ് പ്രഭു, ഓമാർ പ്രഭു, സെയോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗദ്ദാം പ്രഭു, അമേലെക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. ഏശാവിൻ്റെ മകനായ യെരുവേലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ നെഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ്ര പ്രഭു. ഇവർ ഏദോം ദേശത്ത് യെരുവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിൻ്റെ ഭാര്യ ബസാമത്തിൻ്റെ പുത്രന്മാർ. ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലിബായുടെ പുത്രന്മാർ ആരെന്നാൽ യശസ് പ്രഭു, യേലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനായുടെ മകളായ ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലിബാമയിൽ
നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരും ആയിരുന്നു. ഹോരനായ സെയിരിൻ്റെ പുത്രന്മാരായ ദേശത്തിലെ പൂർവ്വ നിവാസികളായവർ ആരെന്നാൽ ലോഥാർ, ശോബത്ത്, സിബയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സെയിരിൻ്റെ പുത്രന്മാരായി ഹോര്യ പ്രഭുക്കന്മാർ. ലോഥാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോഥാന്റെ സഹോദരി തിമ്ന. ശോബാലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ, മാനഹത്ത്, യെബാൻ, ഷേഫോ, ഓന. തിബിയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തൻ്റെ അപ്പനായ സിബയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിൻ്റെ മക്കൾ ഇവർ ദീശോനും അനാവിൻ്റെ മകൾ ഒഹോലിബാമായുമായിരുന്നു. ദീശോന്റെ പുത്രന്മാർ ആരെന്നാൽ ഹെംദാൻ, യശ്ബാൻ, മിത്രാൻ, കേരാൻ. ഏസോറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസും ആരാനും ആയിരുന്നു. ഹോര്യ പ്രഭുക്കന്മാർ ആരെന്നാൽ ലോഥാൻ പ്രഭു, ഷോവാൻ പ്രഭു, സിബിയോൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, ഏസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സെയിർ ദേശത്ത് വാണ ഹോര്യ പ്രഭുക്കന്മാർ ആകുന്നു. ഇസ്രയേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബയോറിൻ്റെ പുത്രനായ ബേലോ ഏദോമിൽ രാജാവായിരുന്നു. അവൻ്റെ പട്ടണത്തിന് ദിൽഹോബ എന്നു പേര്. ബേല മരിച്ച ശേഷം ബസ്രക്കാരനായ സേരഫിൻ്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച് ഒബാദിൻ്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേര്. ഹദാദ് മരിച്ച ശേഷം മെസ്രയക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള ഹെബോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവ് ആയി. ശൗൽ മരിച്ച ശേഷം അക്ബോറിൻ്റെ മകൻ ബാൽ ഹോനാൻ അവന് പകരം രാജാവായി. അക്ബോറിൻ്റെ മകനായ ബാൽ ഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് ഹാവു എന്നു പേർ. അവൻ്റെ ഭാര്യയ്ക്ക് മെഹോത്തബേൽ എന്നു പേര്. അവൾ മെസാഹോബിൻ്റെ മകളായ മത്രേദിൻ്റെ മകൾ ആയിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേര് പേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത്: തിമ്ന പ്രഭു,
അൽഫ പ്രഭു, ഏബേം ആവിദ്, ഏബേത്ത് പ്രഭു, ഹെലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദ്യുവേൽ പ്രഭു, ഈര പ്രഭു, ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏദോമ്യ പ്രഭുക്കന്മാർ ആകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്.